തുടരും. തരുൺമൂർത്തി സംവിധാനം ചെയ്ത ലാലേട്ടൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പടം. അപാര ഹൈപ്പൊന്നും ഇല്ലാതെ വന്നിട്ട് അമ്നായ തിയേറ്റർ റെസ്പോൺസ് കിട്ടിയിട്ട് എങ്ങനെ പോകുന്നു ഇങ്ങനെ ആലോചിക്കുന്നു. ഒന്നും നോക്കിയില്ല, നമുക്ക് മെസ്സേജ് അയച്ചു ഉമ്മാൻ്റെ എത്തി. അപ്പോൾ ഓല് ഓൾറെഡി ടിക്കറ്റ് എടുത്താണ്ട് പോകാൻ നിൽക്കണം. അപ്പോൾ വീണ്ടും വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും മെസ്സേജ് ചെയ്യാൻ വേണ്ടി മേഹൂനാ മനസ്സിലായില്ലേ, ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോകാം. അയ്യോ, ആ സന്തോഷത്തിൽ എക്സൈറ്റ്മെൻറ്റിൽ ഓഫീസിലെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിച്ച് പടത്തിന് പോകാമെന്നില്ല ത്രില്ലിൽ ഇങ്ങനെ നിൽക്കണം. ഞാൻ നമ്മളെ പിക്ക് ചെയ്യാനുള്ള വണ്ടി വന്നു, വണ്ടിയിൽ കയറാൻ പോവാണ്. ഞങ്ങൾ അജ്മാൻ സിറ്റി സെൻറ്ററിലാണ് പടത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ പോയി അവിടെ നമ്പർ കുത്തി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ വെയിറ്റിംഗ് ആണ്. ടിക്കറ്റ് കൈ കിട്ടി. 2 ടിക്കറ്റാണ് ഓൾ ഓൾറെഡി എടുത്തിനല്ലോ, പിന്നെയാണ് എനിക്ക് എടുത്തത്. ഓക്കെ, സോ എന്തായാലും ടിക്കറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഞാനും ആദമും 2-3 സെൽഫിയും കാച്ചി. സിറ്റി സെൻറ്ററിൽ പോയാൽ സെൽഫി നിർബന്ധമാണല്ലോ. ആദമിനെ കണ്ടിട്ട് കുറേ ആയിരുന്നു. സെൽഫിയൊക്കെ എടുത്ത് സൂപ്പർ എക്സൈറ്റഡ് ആയി പടത്തിൽ കയറി. മക്കളെ പടം തുടങ്ങുന്ന സമയത്ത് തന്നെ ലാലേട്ടൻ്റെ പഴയ വിൻറ്റേജ് ഫോട്ടോസും കാര്യങ്ങളും കാണിക്കുന്ന സീനുണ്ട്. തുടങ്ങുകയാണ്. എന്ന് മുതലാണ് ഞാൻ ലാലേട്ടൻ ഫാൻ ആയതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരു റൊമാൻറ്റിഫിക്കേഷനാണ് ഇതൊക്കെ കാണുമ്പോൾ. അത് നാച്ചുറലായിട്ട് വരുന്നതാണ്. ഇത് എങ്ങനെയാണ് അത് വന്നത്, എന്ന് മുതലാണ് ലാലേട്ടൻ ഫാൻ ആയത് എന്നുള്ളത് ഐ ഡോണ്ട് നോ. നോർമലി ഞാൻ ഏത് പടമാണെങ്കിലും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു കൈൻഡ് ഓഫ് വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ റെസ്പോൺസ് കിട്ടുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ പടത്തിനൊക്കെ പോകാതൊക്കെ. സോ പടം തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ എക്സൈറ്റഡാണ്, പക്ക എക്സൈറ്റ്മെൻറ്റാണ്. പടം കണ്ടിട്ട് ബാക്കി പറയാം. ഓക്കെ, ഇൻ്റർവെൽ വരെ ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ. ഒരുപാട് പടത്തെ റെഫറൻസ് ഒക്കെ അടിപൊളിയായിട്ട് വെച്ച് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇൻ്റർവെൽ ആകാൻ നേരത്തെ ഒരു സാധനം ഇട്ടിങ്ങനെ ഇതിലും വലുതെന്തോ വരാണ്ടെന്നില്ല. ഇയാളൊന്ന് നോക്കിയാൽ ചോദിട്ടോ, ഒന്നിനുമില്ല. ഇത് റെഫറൻസിന് പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തിനാത് പറഞ്ഞതെന്നുള്ളത്. ഒരു 1.5 മുതലാണിത്. മക്കളെ പടം കഴിഞ്ഞു. പണി അറിയാവുന്ന ഡയറക്ടർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് കറക്റ്റ് കാണിച്ചാൽ. സിനിമ എന്നൊക്കെ പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലുണ്ട് 2 സാധനം വരാൻ. ഞങ്ങൾ പടം കഴിഞ്ഞ് അതിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങളായിട്ട് പോകും. എല്ലാവർക്കും ഇഷ്ടമായി. സെക്കൻഡ് ഹാഫിലുണ്ട് ഒരു 1.5 ട്വിസ്റ്റും ഒരു 2-3 സീൻസൊക്കെ ഉണ്ട്. മക്കളെ ഒരു കിഡിലോസ്കി സാധനം. ഒരു സാധനം എടുത്ത് വെക്കണം എന്നാണല്ലോ. സോ ഞാൻ എടുത്തോട്ട് വെച്ചിട്ട് ഒരു പോയി ഒരു ടാറ്റ കൊടുത്ത് ഞാൻ പോകുന്നതാണ്. ഏതായാലും മനസ്സൊക്കെ നിറഞ്ഞ് ഒരുപാട് അടിപൊളി പടം കണ്ട് ഞാൻ ലിഫ്റ്റ് കയറി റൂമിൽ പോവാണ്. നാളെ ഓഫീസുണ്ട്. സമയം 3:30 ആയിക്കണം. നീച്ചല്ലേ എന്നുള്ളത് ഉദാഗവ.